ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 10 സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ് എന്ന് നമുക്കെല്ലാം അറിയാം അല്ലേ? കഴിഞ്ഞ ഒരു റീല് ഞാൻ സൂയിസൈഡിനെ പറ്റി, അതിന്റെ കാരണങ്ങളെ പറ്റിയിട്ടും എന്തുകൊണ്ട് ആണുങ്ങളിൽ അത് കൂടുതലായിട്ടും നടക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടും എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് തെറ്റിദ്ധാരണകളാണ്. കാരണം ഈ തെറ്റിദ്ധാരണകൾ മാറ്റിയാൽ മാത്രമേ തീർച്ചയായിട്ടും ആളുകൾ ഹെൽപ്പ് സീക്ക് ചെയ്യുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരാൾ ആത്മഹത്യാ പ്രവണത കാണിക്കുമ്പോൾ അത് ശരിക്കും ഉള്ളതാണോ എന്നൊക്കെയുള്ള പല തെറ്റായിട്ടുള്ള ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ട്. അത് മാറിയാൽ മാത്രമേ നമ്മൾ അവരെ ഹെൽപ്പ് കൊടുക്കാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കത്തുമുള്ളൂ. സോ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സോ ആ തെറ്റിദ്ധാരണ ഒരു 5-6 ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായി പറയേണ്ടത്, ആത്മഹത്യയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അല്ലെ അതിനെപ്പറ്റി സംസാരിക്കുന്നത് ആത്മഹത്യാ പ്രവണത കൂട്ടും എന്നുള്ളത് വലിയൊരു തെറ്റിദ്ധാരണയാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒരാൾ ആത്മഹത്യയുടെ വാർണിംഗ് സൈൻസ് കാണിച്ചാൽ പോലും നിങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ടോ, അല്ലെ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കാൻ നമുക്ക് വലിയ വിമുഖതയാണ്. കാരണം നമ്മളത് ചോദിക്കുന്നത് വഴി അവരങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ ആ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കണ്ട എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇതിനുള്ളൊരു കാരണം. പക്ഷെ സത്യത്തില് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ, അയാളോട് നമ്മളത് ചോദിക്കുന്നത് അയാളുടെ പ്രവണത കൂട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ മനസ്സിൽ ഉള്ള പ്രശ്നങ്ങൾ മറ്റൊരാൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു അറിവ് അവർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആത്മഹത്യക്ക് ശ്രമിച്ച് അതിൽ പരാജയപ്പെട്ടവരിൽ നടത്തിയ പഠനത്തിൽ ഭൂരിഭാഗം പേരും പറഞ്ഞത്, അതിന് ശ്രമിക്കുന്നതിന് തൊട്ടു മുന്നേ വരെയെങ്കിലും ആരെങ്കിലും എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പരിഹാര മാർഗത്തെ പറ്റി സംസാരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അതിലേക്ക് പോവില്ലായിരുന്നു എന്നുള്ളതാണ്. സോ നമ്മളുടെ ബന്ധുക്കളോ നമുക്ക് അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കുമെന്നുള്ള വ്യക്തികൾ, നമ്മുടെ ബന്ധുക്കളായാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും സുഹൃത്തുക്കളായാലും ആരെങ്കിലും ഇതിന്റെ വാർണിംഗ് സൈൻസ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരോട് ചോദിക്കാനായിട്ട് മടി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അടുത്ത ഒരു തെറ്റിദ്ധാരണ, ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നവർ ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ളതാണ്. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പറയാറുണ്ട്, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ആത്മഹത്യയെ പറ്റി സംസാരിക്കുന്നവർ അത് ചെയ്യില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് ചുറ്റുമുണ്ട്. സത്യത്തില് അതിനെപ്പറ്റി അവർ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നെ ഒന്ന് സഹായിക്കൂ, എനിക്ക് ജീവിക്കണം, എന്നാൽ എനിക്ക് വലിയ രീതിയിൽ ആത്മഹത്യാ പ്രവണതയുണ്ട്, എന്നെ സഹായിക്കൂ എന്നുള്ളൊരു ലാസ്റ്റ് റിസോർട്ടിലായിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങളോട് അതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും അതിനെപ്പറ്റി ആരെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോൾ അത് വെറുതെയാണ് അല്ലെങ്കിൽ അവരത് ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിക്കാതിരിക്കുക, അത് തള്ളിക്കളയാതിരിക്കുക, എന്നാലൊന്ന് ചെയ്ത് കാണിക്കുക എന്നവരെ വെല്ലുവിളിക്കാതിരിക്കുക, അതാരോടും തുറന്ന് സംസാരിക്കാതെയും ഇരിക്കരുത്. അതായത് പലപ്പോഴും അവർ നമ്മളോടത് സംസാരിക്കുമ്പോൾ വേറെ ആരോടും പറയല്ല, അല്ലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് പറയരുത്, എനിക്കിങ്ങനെ ഒരു ചിന്തയുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അവരോട് ഞാൻ വാക്ക് കൊടുത്തതല്ലേ, പറയില്ല, അതുകൊണ്ട് പറയണ്ട എന്ന് വിചാരിക്കരുത്. തീർച്ചയായിട്ടും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തി അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ മടി കാണിക്കാതിരിക്കുക. മറ്റൊരു തെറ്റിദ്ധാരണ, ശരിക്കും ആത്മഹത്യാ ചിന്ത ഉള്ളവർ അത് ആരോടും പറയുകയോ യാതൊരു ലക്ഷണവും കാണിക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. അതും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. സംസാരിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ യാതൊരു ലക്ഷണവും കാണിക്കില്ല എന്നുള്ളതും വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. 100% ആൾക്കാരും ലക്ഷണങ്ങൾ കാണിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ വലിയൊരളവിൽ വാർണിംഗ് സൈൻസ് കാണിക്കാറുണ്ട്. അത് 3 തരത്തിലുണ്ട്. ഒന്ന്, അവരുടെ സംസാരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, പെരുമാറ്റത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, വൈകാരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ. സംസാരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ അവര് ആത്മഹത്യയെ പറ്റി സംസാരിക്കുക, മരണത്തെ പറ്റി സംസാരിക്കുക, ആത്മഹത്യാ മാർഗങ്ങളെ പറ്റി സംസാരിക്കുക, അവരുടെ ഒറ്റപ്പെട്ടു പോയി എനിക്കിനി ഒരു മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല പോലെയുള്ള രീതിയിൽ സംസാരിക്കുക. ഇതൊക്കെയാണ് സംസാരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. പെരുമാറ്റത്തിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുമ്പോൾ ഉറക്കം കൂടുതൽ അല്ലെങ്കിൽ കുറവ്, ഭക്ഷണം കഴിക്കുന്നത് കൂടുതൽ അല്ലെങ്കിൽ കുറവ്, അമിതമായി മദ്യപാനം, മയക്കുമരുന്നിന്റെ ഉപയോഗം, ഒറ്റപ്പെട്ടിരിക്കുക, ഉൾവലിയുക, മരിക്കാൻ പോകുന്ന ഒരു വ്യക്തി ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് അസാധാരണമായി ഗുഡ് ബൈ പറയുക, അസാധാരണമായി ക്ഷമ ചോദിക്കുക, വില്ല് എഴുതി വെക്കുക, മറ്റുള്ളവരെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക. ഇതൊക്കെ ആയിരിക്കാം പെരുമാറ്റത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ വൈകാരികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഉത്കണ്ഠ, വിഷമം, നിരാശ, നിർവികാരത, ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ ആയിരിക്കാം ലക്ഷണങ്ങൾ. ഇതൊക്കെയാണ് വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഒരു ബന്ധു അല്ലെങ്കിൽ റിലേറ്റീവ് അല്ലെങ്കിൽ സുഹൃത്ത് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സീരിയസ് ആയിട്ട് എടുക്കാനായിട്ട് മടി കാണിക്കാതിരിക്കുക.
അടുത്തൊരു തെറ്റിദ്ധാരണ, മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുന്നതിനും പേടിപ്പിക്കുന്നതിനുമാണ് ആത്മഹത്യാ പ്രവണത കാണിക്കുന്നത് എന്നുള്ളതാണ്. അതും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അങ്ങനെ ഒരു ധാരണ വരാനുള്ളൊരു കാര്യം, ചില വ്യക്തിത്വ വൈകല്യങ്ങളുള്ള വ്യക്തികൾ, അതായത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ള വ്യക്തിത്വ വൈകല്യങ്ങളുള്ളവർ സെൽഫ് ഹാം ചെയ്യാറുണ്ട്. സ്വയം മുറിവേൽപ്പിക്കുക, സ്വയം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രവണത കാണിക്കാറുണ്ട്. അത് പലപ്പോഴും മരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ചെയ്യുന്നതല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പലപ്പോഴും കൂടെ നിൽക്കുന്ന ആളെ, അച്ഛനെ അല്ലെങ്കിൽ ഭർത്താവിനെ അല്ലെ അമ്മയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടോ അതൊരു കോപ്പിംഗ് സ്ട്രാറ്റജി ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതാണ് പലപ്പോഴും ആത്മഹത്യാ പ്രവണത എല്ലാം അങ്ങനെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മളിലേക്ക് വരാനുള്ള കാരണം. പക്ഷെ സത്യത്തിൽ പറയുവാണെങ്കിൽ നമുക്കിത് പലപ്പോഴും കോമൺ മാനിന് തിരിച്ചറിയാൻ പറ്റില്ല. അത് ആത്മഹത്യാ പ്രവണതയാണോ അതോ സെൽഫ് ഹാമിന്റെ ടെക്നീക്സ് ആണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു ആത്മഹത്യാ പ്രവണതയും സീരിയസ് ആയിട്ട് എടുക്കാനും ഹെൽപ്പ് സീക്ക് ചെയ്യാനും മടി കാണിക്കാതിരിക്കുക. മാനസികമായി വീക്കായവരാണ് ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്. ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. മെന്റൽ സ്ട്രെങ്ത്തും മാനസികമായിട്ടുള്ള അസുഖങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും OPയിൽ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് ചോദിക്കാറുണ്ട്, ഡോക്ടറെ എന്നെക്കാട്ടി സ്ട്രോങ് ആണ് അവൾ, പക്ഷെ എന്തുകൊണ്ട് അവക്ക് വിഷാദം വന്നു, അല്ലെങ്കിൽ എന്നെക്കാട്ടി അവള് ഇപ്പൊ ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, അവൾ ലൈഫിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, ഇപ്പൊ എങ്ങനെ വിഷാദം വന്നു എന്നുള്ളതൊക്കെ. തീർച്ചയായിട്ടും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഷാദം ഉണ്ടാവാം. അത് മെന്റൽ സ്ട്രെങ്തുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. അടുത്തൊരു തെറ്റിദ്ധാരണ, ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചവർ പിന്നീട് ഒരിക്കലും അതിന് ശ്രമിക്കില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചവർ ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും ആ ഒരു സാധ്യത കൂടുതൽ തന്നെ നിൽക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ കോഷ്യസ് ആവുക. അവരുടെ സ്വഭാവത്തിലോ പ്രവൃത്തികളിലോ സംസാരത്തിലോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക. അടുത്തൊരു തെറ്റിദ്ധാരണ, ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ആർക്കും തടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. വലിയൊരളവിൽ നമുക്ക് ഇത് തടുക്കാനായിട്ട് സാധിക്കും. ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ ആത്മഹത്യ കാരണം ഇല്ലാണ്ടാവുന്നത് നമുക്ക് തടുക്കാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് വാർണിംഗ് സൈൻസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വാർണിംഗ് സൈൻസ് കണ്ടു കഴിഞ്ഞാൽ അവരോട് തുറന്ന് സംസാരിക്കാനായിട്ട് മടി കാണിക്കാതിരിക്കുക. അവർക്ക് പറയാനുള്ളത് നോൺ ജഡ്ജ്മെന്റലായിട്ട്, കുറ്റപ്പെടുത്തലുകളില്ലാതെ നമ്മൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ അവരുടെ അടുത്തുള്ള സ്ഥലത്ത് അവർക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കാതിരിക്കാനായിട്ട്, മരുന്ന്, അതുപോലെ കത്തി, കയർ പോലെയുള്ള കാര്യങ്ങൾ, ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കാതിരിക്കുക. അവർ ഒറ്റപ്പെട്ടിരിക്കുന്നില്ല, കുറച്ച് സമയം പോലും അവർ ഒറ്റയ്ക്കിരിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ ഇൻവോൾവ് ആക്കിയിട്ട് ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇനി ഒരിക്കലും നമ്മളുടെ ഒരു പ്രിയപ്പെട്ടവരുടെ ജീവൻ ആത്മഹത്യ കാരണം ഇല്ലാണ്ടാവാതിരിക്കട്ടെ.